എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്, ഞങ്ങളുടെ ഒരു നാടകം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ നാടകത്തിൻ്റെ പേര് മുച്ചീട്ട് കളിക്കാരൻ്റെ മകളെന്നാണ്. ഏതാണ്ട് 420ഓളം സ്റ്റേജ് കഴിഞ്ഞു. അതിനകത്തെ ഏറ്റവും കൂടുതൽ കയ്യടി കിട്ടിയ ഒരു ഡയലോഗുണ്ട്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും ധാർഷ്ട്യത്തിനും അങ്ങനെയുള്ള ഭരണാധികാരികൾക്ക് ജനം മുട്ടൻ പണി കൊടുക്കും എന്ന് പറയുന്ന ഒരു സംഭാഷണത്തിന് മുഴുവൻ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ കൈയടിക്കുന്ന ഒരു രംഗമുണ്ട്. ഇപ്പോൾ ഓർമ്മ വരുന്ന അതാണ്. ഇത് പ്രബുദ്ധരായ കേരളത്തിലെ ജനങ്ങൾ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും അഹങ്കാരത്തിനും ഏകാധിപത്യത്തിനും എതിരായി മുട്ടൻ പണി ജനം കൊടുത്തിരിക്കുകയാണ്. അല്പം തമാശ രൂപേണ പറഞ്ഞാൽ വോട്ട് നോക്കുമ്പോൾ ഒരാൾ ഈരണ്ട് വോട്ട് ചെയ്തോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. അത്രയേറെ പ്രതിഷേധം, അത്രയേറെ വെറുപ്പ് ഒരു സർക്കാരിന് നേരെ ഈ സമീപകാല രാഷ്ട്രീയ ചരിത്രം എവിടുത്തെ പരിധി നോക്കിയാലും കാണാൻ കഴിയില്ല. കൊല്ലം ഉൾപ്പെടെ എഴുതിത്തള്ളിയ പല പ്രദേശങ്ങളിലും, കൊല്ലം ജില്ല ഉൾപ്പെടെ ഒരു കാലത്തും UDFന് ഒരിക്കലും തിരിച്ചു വരാൻ സാധിക്കും എന്ന് കരുതാത്ത പല പ്രദേശങ്ങളിലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വലിയ വിജയം, വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുകയാണ്. വളരെ വിനയത്തോടുകൂടി, വളരെ ലളിതമായി ജനങ്ങളുടെ ഇടയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ആളുകളെ ജനം അംഗീകരിക്കും. അല്ലാത്ത ആളുകളെ അവരെ കാലത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പ്രബുദ്ധരായ മലയാളികൾ വലിച്ചെറിയും എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇപ്പോൾ ഇതുവരെയും സൂചിപ്പിക്കുന്നത്. അതെ അതെ, സമ്പൂർണ്ണ വിജയമാവാനാണ് ഈ ട്രെൻഡ് കാണിക്കുന്നത്. കാരണം മുഴുവൻ മണ്ഡലങ്ങളിൽ എണ്ണാൻ തുടങ്ങിയ ആ സമയം മുതൽ ഈ നിമിഷം വരെയും ഒരു വ്യത്യാസവുമില്ലാതെ, ഇവിടെ പറഞ്ഞതുപോലെ 1-2 മണ്ഡലം ഒഴികെ ബാക്കി എല്ലായിടത്തും ഏകപക്ഷീയമായ ഒരു വിജയമാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.